ഇപ്പോൾ നമുക്ക് ഓംസ് ലോ നോക്കാം. ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ബേസിക് ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ലോ ആണ് ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ്, അതായത് ടെമ്പറേച്ചർ, സ്ട്രെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്, ആ കറന്റിനെ നമുക്ക് ഐ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ കൂടെ ഒരു കറന്റ് പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഐ പ്രൊപ്പോർഷണൽ ടു വി നമുക്ക് എഴുതാം. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. ദെൻ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് ദ റെസിസ്റ്റൻസ്. ആർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. Therefore V is equal to R into I എന്ന് എഴുതാം. or V is equal to I into R. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. V is equal to I into R. R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? Resistance of a conductor. R is a resistance. R is a resistance of a conductor. Clear ആയല്ലോ? Then resistance equation നമുക്ക് എഴുതാം. R is equal to എങ്ങനെ എഴുതാം? V by I എന്ന് എഴുതാം. Resistance R is equal to V by I ആണ്. റെസിസ്റ്റൻസിന് ഒരു യൂണിറ്റ് ഉണ്ട്. ദാറ്റ് യൂണിറ്റ് ഈസ് ഓം ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ദി സിമ്പിൾ. മനസ്സിലായല്ലോ? അപ്പൊ ഓർത്തിരിക്കുക, ഓംസ് ലോ ആണ് നമ്മൾ പറഞ്ഞു. ഓംസ് ലോ ഇസ് എ ബേസിക് ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ ഒരു കണ്ടക്ടറിന്റെ കേസിൽ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ potential difference between its ends. Therefore V proportional to I, or V is equal to I into R. R is known as the resistance of a conductor. R is equal to V by I ആണ്. Then unit of resistance is ohm ആണ്. Clear ആയല്ലോ? ഓർക്കുക, ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഓംസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ദെൻ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ വി ഐ ഗ്രാഫ് വരച്ചാൽ അതെങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എങ്ങനെ എടുക്കാൻ സാധിക്കും? y by x ആണല്ലോ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ v by I എന്ന് എടുക്കാം. v by I എന്ന് വെച്ചാൽ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇറ്റ് ഈസ് എ ഓംസ് ലോ.